ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റുകൾ ആശുപത്രികളിലെ വെറും സഹായികൾ മാത്രമല്ല, മറിച്ച് സ്വതന്ത്ര ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളാണെന്ന കേരള ഹൈക്കോടതിയുടെ വിധി ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കുമെന്ന് ഓൾ ഇന്ത്യ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് അസോസിയേഷൻ അഭിപ്രായപ്പെട്ടു. നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസിന്റെ ചട്ടക്കൂടിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റുകൾക്ക് സ്വതന്ത്രമായി ചികിത്സാ തീരുമാനങ്ങൾ എടുക്കുവാനും നടപ്പിലാക്കുവാനും നിയമപരമായ അധികാരം ലഭിച്ചിരിക്കുകയാണ്. ഇതോടെ രോഗത്തിന്റെ തുടക്കഘട്ടത്തിൽ തന്നെ ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കുവാനും കൂടുതൽ പുനരധിവാസ കേന്ദ്രങ്ങളും തെറാപ്പി ക്ലിനിക്കുകളും ആരംഭിക്കുവാനും സാധിക്കും. ഓട്ടിസം, സ്ട്രോക്ക്, ADHD, അൽഷിമേഴ്സ് ഉൾപ്പെടെ കുട്ടികളെയും മുതിർന്നവരെയും ബാധിക്കുന്ന നിരവധി ശാരീരിക മാനസിക രോഗാവസ്ഥകളുടെ ചികിത്സയിൽ ഈ വിധി നിർണായകമാകും. ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും സംഘടന വിലയിരുത്തി. This historic decision upholds professional autonomy, academic parity, and independent scope of practice of occupational therapists in India. The impact of this judgment will be felt far into the future. This will strengthen the growth of the profession, its recognition, and its development also. It is a proud and defining moment for occupational therapists. This decision is a significant milestone for the occupational therapy profession in India. ഈ വിധി ഒരു സാമൂഹിക വഴിത്തിരിവാണ്. ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റുകൾക്ക് സ്വതന്ത്രമായി ചികിത്സാ പദ്ധതികൾ തയ്യാറാക്കി നടപ്പിലാക്കുവാൻ നിയമപരമായ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ഇത് ഓട്ടിസം പോലുള്ള രോഗാവസ്ഥകളിലെ ചികിത്സയെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഗ്രാമപ്രദേശങ്ങളിലെയും ചികിത്സാ സൗകര്യങ്ങൾ കുറവുള്ള പ്രദേശങ്ങളിലെയും ആരോഗ്യ സേവനം മെച്ചപ്പെടുത്തുവാനും ഈ ഉത്തരവ് സഹായകമാകുമെന്നും സംഘടന വ്യക്തമാക്കി. ഈ വിധി ഇന്ത്യയിലെയും വിദേശത്തും ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റുകൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ തുറന്നു തരും. രാജ്യാന്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ ഇന്ത്യൻ തെറാപ്പിസ്റ്റുകൾക്ക് ആഗോള അംഗീകാരം നേടുവാൻ കഴിയും. ഡോക്ടർ കേന്ദ്രീകൃത ചികിത്സാ രീതിയിൽ നിന്ന് മാറി മൾട്ടി ഡിസിപ്ലിനറി രോഗി കേന്ദ്രീകൃത ഹെൽത്ത് കെയർ മോഡലിനും ഈ വിധി ഊന്നൽ നൽകുന്നുണ്ട്. ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റുകൾക്ക് പേരിനൊപ്പം ഡോക്ടർ എന്ന വിശേഷണം ഉപയോഗിക്കുവാനും OT എന്ന പദവി സൂചിപ്പിക്കുവാനും കോടതി അനുമതി നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഓൾ ഇന്ത്യ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പങ്കജ് ബാജ്പേയി, സെക്രട്ടറി ഡോക്ടർ ജോസഫ് സണ്ണി കുന്നശ്ശേരി, കേരള ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ മേരി ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു.